Hi friends, welcome to Craftwonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വൂളും അതുപോലെ തന്നെ ഈ സ്റ്റിക്കും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു സിമ്പിൾ വാൾ ഹാങ്ങിങ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വൂൾ വേണം. അതുപോലെ നമുക്ക് ബാർബിക്യൂ സ്റ്റിക്ക്. ഇത് നമുക്ക് വേണമെങ്കിൽ സാധാ ഈർക്കിളിയൊക്കെ യൂസ് ചെയ്തിട്ടായാലും ചെയ്യാം ട്ടോ. ഇപ്പോൾ ഞാൻ രണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് ഈ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, നമുക്ക് രണ്ട് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഡിസൈൻ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് 3 സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ 3 സ്റ്റിക്ക് വെച്ചിട്ടായാലും 2 സ്റ്റിക്ക് വെച്ചിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഓരോ സ്റ്റിക്കിൻ്റെയും സെൻറ്ററിൽ ഇങ്ങനെ ഇതുപോലെ ഒരു ജസ്റ്റ് ഒന്ന് മാർക്ക് ഇട്ടിട്ടുണ്ട്. അത് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ക്രോസ് ചെയ്തിട്ട് വെക്കുക. കണ്ടല്ലോ, ഇതുപോലെ വെക്കുക. ഇപ്പം ഞാനിത് 3 സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് എത്ര സ്റ്റിക്ക് വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. 2 സ്റ്റിക്ക് വെച്ചിട്ട് 3, 4 അതൊക്കെ നമ്മുടെ താല്പര്യം പോലെ നമുക്ക് ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് നെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ വൂൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ടൈ ചെയ്ത് കൊടുക്കുക, കെട്ടിക്കൊടുക്കുക. അതായത് ആ സെൻറ്ററിൽ ഞാൻ ഡോട്ട് ഇട്ടിട്ടില്ല, അവിടെ സെൻറ്ററിലായിരിക്കണം നിങ്ങൾ കെട്ടിക്കൊടുക്കേണ്ടത്. അത് ഏത് സ്റ്റിക്കുമ്മലായാലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഇതുപോലെ നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടാതെ നമുക്ക് ചെയ്യാം, കെട്ടിയാൽ കുറച്ചും കൂടി അത് അഴിയാതെ നിൽക്കും. ഇനി നമ്മൾ കെട്ടിയതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ കൂടെ ഇതുപോലെ ഇങ്ങനെ ചുറ്റുക. കണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ താഴത്തെ സ്റ്റിക്ക് ചുറ്റിക്കൊടുക്കുക. അതിങ്ങനെ നീങ്ങി വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് അടുത്ത സ്റ്റിക്കിലേക്ക് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റിക്കും അടിയിൽ കൂടെ പൂള് ആ സ്റ്റിക്കിനെയും കൂടിയിട്ട് ഇതുപോലെ ചുറ്റിക്കൊടുക്കുക. അങ്ങനെ ഓരോ സ്റ്റിക്കും ചുറ്റിക്കൊടുക്കണം. ഇതാനിപ്പോൾ അടുത്ത സ്റ്റിക്കിലേക്ക് കൊടുത്തു, അതിനെ നമ്മളൊന്ന് ചുറ്റി അങ്ങനെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് ചുറ്റുക. ഓരോ സ്റ്റിക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. വളരെ ഈസിയാണ്. കുറച്ചുകൂടി 1-2 ചുറ്റിൽ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഇതുപോലെ നമുക്ക് അതിനിങ്ങനെ ചുറ്റി കൊടുക്കാം. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇപ്പോൾ എത്ര സ്റ്റിക്ക് നിങ്ങൾക്ക് ഇതിലും വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, 2, 3, 4 സ്റ്റിക്ക് വെച്ച് ഇതുപോലെ തന്നെ അത് എത്ര സ്റ്റിക്കാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ ചുറ്റി കൊടുക്കുക. കണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്ലോ മോഷനിൽ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതുപോലെ മേലോട്ട് എടുത്തിട്ട് ഇതിനെ ചുറ്റി ഇങ്ങനെ എടുക്കുക. കണ്ടല്ലോ, മേലേന്ന് എടുത്ത് താഴോട്ട് കൊണ്ടുവന്ന് ഓരോ ഇതിനെ ചുറ്റിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര പാറ്റേൺസുകളും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണുകൾ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കളർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക, ടൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് അനുസരിച്ച് ഏതൊക്കെ ഇനി കളേഴ്സാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് ചെയ്യാവുന്നതാണ്. കണ്ടല്ലോ, ഇതുപോലെ നെക്സ്റ്റ് കളറ് സെയിം പ്രൊസീജിയർ തന്നെ ഇതുപോലെ ചുറ്റിക്കൊടുക്കുക. കണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് പാറ്റേൺ അനുസരിച്ച് നമുക്ക് എത്ര കളറ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ.
ഓൾമോസ്റ്റ് ഇതാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വോളുമ്പിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്കിതിൽ കുറച്ച് ഹാങ്ങിങ് ഒക്കെ എന്തെങ്കിലും ഹാങ് ചെയ്തിട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഹാങ്ങിങ്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അതിനായിട്ട് ഇതാ ഇവിടെ ഒരു ബ്ലൂ കളർ വൂൾ എടുത്തിട്ട് എൻ്റെ ഈ 4 വിരലിൽ ഇതാ ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹാങ്ങിങ് ആണ് കേട്ടോ. ഇതുപോലെ ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്തതിന് ശേഷം ഏതെങ്കിലൊരു കളർ വെച്ചിട്ട് ഇതാ ഇതുപോലെ മേലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ ഏത് നൂല് വെച്ചാണ് ഹാങ് ചെയ്യുന്നത് ആ ഒരു കളറ് ത്രെഡ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ സെയിം കളർ നൂല് വെച്ചിട്ട് ഇതാ ഇതിന് മേലെ ഇതാ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ഇതുപോലെ കണ്ടല്ലോ അവിടെയും ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. കറക്റ്റാക്കിയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ അതാ ഇതുപോലെ. നമുക്ക് ഈ ത്രെഡിൽ വേണമെങ്കിൽ ബീഡ്സും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടാം കേട്ടോ. അതൊക്കെ നമ്മുടെ താല്പര്യം പോലെ നമുക്ക് ചെയ്യാം. പിന്നെ എത്ര എണ്ണം വേണമെന്നുണ്ടെന്നും അതും നിങ്ങളുടെ ഒരു ഇഷ്ടമനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഓരോ അറ്റത്തും ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ ഞാനിതാ ഇതുപോലെയാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. വളരെ സിമ്പിളാണ്. നമ്മൾ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.